ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു സ്മൂത്തി പരിചയപ്പെടാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പിയാണ്. ഷുഗർ ആർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളതും നമുക്ക് അതായത് വയറ് നിറയണ ഒരു സമ്പ്രദായം കൂടി ആവണ ഒരു സ്മൂത്തി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അത് കിട്ടുന്നതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. നമ്മൾ നാട്ടിലാവുമ്പോൾ സാധാ ഈത്തപ്പഴം നല്ല പഴുത്ത് നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി 2-3 വെള്ളമൊക്കെ ഉപയോഗിച്ച് ഞാൻ കഴുകിയിട്ടുണ്ട്. കാരണം നിലത്ത് ചാടിയതും ഒക്കെ ഉണ്ടാവും, ഞങ്ങൾ പൊറുക്കിയതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞു, അതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കുക. മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. മധുരം ഇഷ്ടമല്ലാത്തവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെയാണ്. പിന്നെ പാലെടുത്തിട്ടുണ്ട്, നല്ല തണുത്ത പാല്. 1 കപ്പ് ഈന്തപ്പഴം, അതോടൊപ്പം തന്നെ 1.5 കപ്പ് പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ തണുത്ത വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കുരുവോ അതിൻ്റെ മുകളിലത്തെ ചെറിയ ഞെട്ട് പോലത്തെ ഭാഗമല്ലേ, തൊപ്പി പോലത്തെ, അതും അതിൽ പെടാൻ പാടില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്ക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഏലക്ക ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആ ഏലക്കായുടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടൈറ്റും അല്ല, എന്നാൽ നല്ല ലൂസും അല്ല, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് വേണ്ടത്. നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനും വലിയൊരു രസം ഉണ്ടാവില്ല. നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും പോയി. ഷുഗറോ ഒന്നും ആഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് കൂടി ചേർത്തിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മല്ലിയില കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്യട്ടോ. അങ്ങനെ മറ്റ് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.